കോരുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ എന്നും കോരിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ മീൻ കോരുന്ന ഭാഗം എന്നും കോരുന്ന കണക്ക് തന്നെ അവിടെ ചെന്ന് വല കോരിയപ്പോഴും അറിയുന്നത് കണ്ടൻറ് പിടിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് മേവലയില്ല, അടിയില്ല, വെയിറ്റ് വല ഇല്ല, മൊത്തത്തിൽ അങ്ങ് പോയി. നമ്മൾ 10-36 പേര് പട്ടിണിയായി. അത് വിഷമത്തിന്റെ ഹാലിലാണ്. കാര്യം പട്ടിണിപ്പാടാണ്, ഇല്ല കംപ്ലീറ്റ് പട്ടിണിയാണ്. അന്നന്ന് കെട്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഇങ്ങനെ ഈ 15 ലക്ഷം രൂപയുടെ സാധനം പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ഇടപെട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ. എപ്പോഴാണ് സംഭവിച്ചത്? രാവിലെയാണ് നമ്മൾ മത്സ്യബന്ധനത്തിന് പോയപ്പോഴാണ് വലിയ പ്രതീക്ഷയോടെയൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി വല കീറിയതിനു ശേഷം നമ്മൾ ആ ഒരു പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയതാണ്. ഒരുപാട് വർക്കലയിൽ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ റാത്തിക്കൽ കടപ്പുറം മേഖലയിൽ നിന്നും കടലിലേക്ക് പോയ ബുറാക്ക് എന്ന വള്ളത്തിൽ നിന്നും മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് താഴ്ത്തിയ വല വെള്ളത്തിനടിയിലുണ്ടായിരുന്ന കണ്ടെയ്നറിൽ കുരുങ്ങി വല പൂർണ്ണമായും നശിച്ചു. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കടലിലേക്ക് പതിച്ച് അടിയിൽ താഴ്ന്നു കിടക്കുന്ന കണ്ടെയ്നറിലാണ് വല കുരുങ്ങിയത്. മത്സ്യബന്ധന വല തകർന്നത് കാരണം ഉടമയ്ക്ക് 15 ലക്ഷം രൂപയോളമാണ് നഷ്ടം വന്നിരിക്കുന്നത്. കാണാം വിശദമായ വാർത്ത. കോരുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ എന്നും കോരിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ മീൻ കോരുന്ന ഭാഗം എന്നും കോരുന്ന കണക്ക് തന്നെ അവിടെ ചെന്ന് വല കോരിയപ്പോഴും അറിയുന്നത് കണ്ടൻറ് പിടിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് മേവലയില്ല, അടിയില്ല, വെയിറ്റ് വല ഇല്ല, മൊത്തത്തിൽ അങ്ങ് പോയി. നമ്മൾ 10-36 പേര് പട്ടിണിയായി. അപ്പൊ ഞങ്ങൾ 36 പേരെ കുടുംബങ്ങൾ കഴിയുന്നതിന് വലിയ പാടുപെട്ടാണ്. സർക്കാർ ഇങ്ങോട്ട് വരും 1000 രൂപയോ 5 കിലോ അരിയോ പറയും. അതുകൊണ്ടൊന്നും പോത്തില്ല. മുതലാളിമാര് വരെ പട്ടിണിയായി പോയി. പട്ടിണിയുടെ വക്കലെത്തിയിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും സർക്കാർ ഇടപെട്ട് ഇതിന് ഒന്നി ഒരു നഷ്ടപരിഹാരം പിടിച്ചു തരുക, ഇല്ലെങ്കിൽ നമ്മൾ അർഹതപ്പെട്ടവര് ഇത് വന്ന് മാറ്റി നമുക്ക്. നഷ്ടപരിഹാരം കൊണ്ട് തീരൂലല്ലോ, ഈ കണ്ടെയ്നർ മാറ്റുന്ന അത്യാവശ്യ കേസാണ്. നാളെ ഒരു സമയത്ത് ഞങ്ങൾക്ക് ജീവിതം മുട്ടിയിരിക്കുകയാണ്. അപ്പൊ നാളെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പൊ ആ ജീവിതത്തിലേക്ക് പോകാനുള്ള ഇടപാട് സർക്കാരായിട്ട് വന്ന് നീക്കം ചെയ്യുക. അത് തന്നെ എവിടെയാണെന്ന് പറയണത്? പരുവപ്പഴി പരവൂരിപ്പൊഴി ഒഴുകി ഇപ്പം 15 മാറിന് മേലാണ് സംഭവിച്ചേക്കുന്നത്. അപ്പൊ അത് കണക്കാക്കി സർക്കാർ അതിന്റെ തീരുമാനം എടുക്കും. ഈ കോസ്റ്റൽ പോലീസിനെയോ മറ്റൊക്കെ അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? നമ്മളിപ്പം ഇപ്പം അവിടെ അപേക്ഷ പോയിട്ടേ ഉള്ളൂ ആൾക്കാർ പറയാനൊക്കെ. ഇത് എങ്ങനെയെങ്കിലും വലിച്ചുകൊണ്ട് വന്ന പാട് തന്നെ വലിയ പാടുപെട്ടാണ്. ഇത് പല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ 2 പേരെ പണി നടത്ത 40 പേര് പണിഞ്ഞെങ്കിൽ ഇത് കയറി വരും. അത് പൊക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. അത്രയ്ക്കും വെയിറ്റാണ് അടി കിടക്കുന്നത്. ഇത് തീരെ മൊത്തത്തിൽ അങ്ങ് വിട്ടുപോയിരിക്കുകയാണ്. ഇനി ഇത് പണിയെടുക്കണമെങ്കിൽ തന്നെ 1 മാസത്തോളം എടുക്കും. ഇത്രയും ജോലിക്കാരും ഞങ്ങളും കുടുംബങ്ങളും പട്ടിണിയാണ്. 35 പേര് പണിയുന്ന സ്ഥാപനമാണ്. ഓരോ കോടിയുടെ ഭാഗത്ത് നിന്നാണ് വില കോരുന്നത്. ഒരു കണ്ടെയ്നർ തട്ടി വില കംപ്ലീറ്റ് മുറിഞ്ഞു നാശമായി. 15 ലക്ഷം രൂപയുടെ നഷ്ടങ്ങളുണ്ട്. ഇത്രയും ആൾക്കാർ ഇന്ന് പണിയുന്നത് കണ്ടാ. എത്ര വിലയാണ് പോയത്? 15 ലക്ഷം രൂപയുടെ സാധനം പോയി. 15 ലക്ഷം 15 ലക്ഷം രൂപയുടെ സാധനം പോയി. അല്ല, ഈ കണ്ടെയ്നർ നേരത്തെ കിടക്കുന്നത് നിങ്ങളുടെ ഇല്ലല്ലേ? ശ്രദ്ധയപ്പെടുന്നില്ല. വെള്ളത്തിനടിയിൽ കിടക്കയില്ല, അടിയിൽ കിടക്കുകയാണ്. വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഞങ്ങൾ കാണുന്നില്ലേ ഇത്? പിന്നെ 15 മാറി താഴ്ച ഉള്ള ഭാഗത്താണ് ഇത് കിടക്കുന്നത്. കംപ്ലീറ്റ് കയറി മലർന്ന് അങ്ങ് പോയി, വള്ളി പോലെ ആയിപ്പോയി. വലിച്ച് ഒരു 2-3 വെള്ളക്കാരായിട്ട് വന്നാണ് ഈ വള്ളിയും പുറമൊക്കെ വലിച്ച് വെള്ളത്തിനകത്താക്കി തന്നിട്ട്. അപ്പൊ ഇപ്പൊ കീറിയ വല ഇനിയിപ്പോ എന്ത് ചെയ്യും? കീറിയ വല അത് മാറ്റി കളഞ്ഞിട്ട് വേറെ പുതിയ വല വാങ്ങണം. വല വാങ്ങി വെച്ചോണ്ടിരിക്കുകയാണ്, പുതിയ വല വെച്ചോണ്ടിരിക്കുകയാണ്. ശരി. ഇപ്പൊ മൊത്തത്തിൽ ഒരു എത്ര രൂപയുടെ നഷ്ടം വരും? 15 രൂപയുടെ നഷ്ടമുണ്ട്. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. എല്ലാം ഇതിന് പഞ്ചായത്തിൽ നിന്ന് അവിടെ നിന്ന് എന്തെങ്കിലും സഹായങ്ങളും കിട്ടുമോ സർക്കാരിൽ നിന്നൊക്കെ? അത് ഒരു സഹായം കിട്ടിയില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും? ഡിപ്പാർട്ട്മെന്റിൽ പറയാൻ ആള് പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് ഇനി എന്താണെന്നുള്ള അവർക്ക് അറിയാവും, ചെയ്യുമോ ഇല്ലയോ എന്നുള്ള രീതി. ഈ കണ്ടെയ്നർ മാറ്റുന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഒന്നും കണ്ടെയ്നർ മാറ്റുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും ഇനി വലയിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഉണ്ടാവും. വീണ്ടും ഉണ്ടാവും. ഒരു വെള്ളം അടുത്ത വെള്ളം കിടപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് നേരം വെളുത്തിട്ട് കോരിയ വെള്ളമാണ്. പിന്നെ അതേപോലെ തന്നെ ബ്രാക്ക് വെള്ളമാണ്. അപ്പൊ ഇത് ഈ കടയ്ക്ക് അടുത്തായിട്ടാണ് കണ്ടെയ്നർ. 15 മാറി. അപ്പൊ ഇനിയിപ്പോ എന്താണ് ഇതിനൊരു പോംവഴി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗവൺമെന്റ് ഇടപെട്ട് അത് കംപ്ലീറ്റ് വലിച്ചു മാറ്റുക, കണ്ടെയ്നർ മാറ്റുക. അല്ലെങ്കിൽ ഇതേപോലെ പണിക്കാർ, ഞങ്ങൾ സാധാരണക്കാരാണ്, 35 ആൾക്കാർ പണിയുന്ന സ്ഥാപനമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റ് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം, ചെയ്തോ പറ്റും. ഞങ്ങൾ കാര്യം അന്നന്ന് കിട്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. കണ്ടെയ്നറിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ പട്ടിണിയിലായിരുന്നു. അതിനുശേഷം ഒരു പ്രതീക്ഷയോടെയാണ് വീണ്ടും കടലിലോട്ട് ഇറങ്ങിയത്.
അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്താണ് അതിനെ കുറിച്ച് പറയാൻ? അത് വിഷമത്തിന്റെ ഹാലിലാണ്. കാര്യം പട്ടിണിപ്പാടാണ്, ഇല്ല കംപ്ലീറ്റ് പട്ടിണിയാണ്. അന്നന്ന് കെട്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഇങ്ങനെ ഈ 15 ലക്ഷം രൂപയുടെ സാധനം പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ഇടപെട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പോഴും സർക്കാരിൽ നിന്ന് അരിയോ പൈസയോ വല്ല കിട്ടുന്നു? 1000 രൂപയും 5 കിലോ അരിയും പറഞ്ഞിട്ടുണ്ട്. അരി കിട്ടിയിട്ടില്ല, 1000 രൂപ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒന്നും ആവില്ലല്ലോ സാറേ, ഒന്നും ഈ വല പോയത് കാരണം വീണ്ടും പണി മുടങ്ങുകയാണ്. ഈ വല നശിച്ചോടുകൂടി പണി മുടക്കുകയാണ്. വീണ്ടും നിങ്ങൾക്ക് അരിയുടെയും നഷ്ടപരിഹാരം ആവശ്യമുണ്ട്. തീർച്ചയായും ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു. അരിയും പൈസയും ഞങ്ങൾക്ക് കാര്യം ഇത് കൊണ്ടിറങ്ങുന്നവരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. തിരിച്ച രൂപ വന്നിട്ടുണ്ട്, അരി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒന്നും ആവില്ലല്ലോ സാറേ. ഇത്രയും ശാശ്വതമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാളോ രണ്ടാളോ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണികളൊന്നുമല്ല. ഏകദേശം 10-25 ആളുകൾ നിന്നാൽ മാത്രമേ നമ്മൾക്ക് ഇത് മുന്നോട്ട് പണി തീർത്ത് പോകാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ ചെറിയ വിലകളൊക്കെ ആണെങ്കിൽ നമുക്ക് 5, 6 അല്ലെങ്കിൽ 10 വരെ ഇരുന്ന് ചെയ്യാം. പക്ഷെ അതാണെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇപ്പൊ കാറ്റും മഴയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് എടുപിടിയായിട്ട് ചെയ്യാൻ ഇപ്പൊ ഈ സീസൺ വരുന്ന സമയങ്ങളൊക്കെയാണ്. നമുക്ക് ഇപ്പൊ ഈ ഒരു വർഷത്തിൽ 1 മാസത്തെ മാത്രമുള്ള പ്രതീക്ഷയാണ് ഈ സീസൺ. ഈ സീസണിൽ പണി നമുക്ക് മുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷകളെല്ലാം ആകെ വിഷമത്തിലാണ്. അതുകൊണ്ട് ഈ വാർത്ത കണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. സാറേ ഇത് 30 ലക്ഷം രൂപയുടെ സാധനമാണിത് ഈ കിടക്കുന്നത്. 15 ലക്ഷം രൂപയോളം നഷ്ടങ്ങൾ വന്നു. 1000 രൂപയാണ് 1 കിലോ വല, അല്ല നൂല് വല. അപ്പൊ ഇവിടെ നമ്മള് പണിസ്ഥലത്ത് എത്തുമ്പോൾ 1050 രൂപ ആവും. അപ്പൊ ഇത്രയും വലയും വാങ്ങിച്ച് ഇത്രയും ജോലിക്കൂലിയും ഒക്കെ കൊണ്ട് താങ്ങാനുള്ള ശേഷിയില്ല. അത് ഗവൺമെന്റ് മെയിനായിട്ട് ഇടപെട്ട് ഞങ്ങൾക്കിത് സഹായിച്ചാൽ പറ്റൂ. അതേപോലെ തന്നെ ഞങ്ങളെ കാര്യം ഇത് കൊണ്ടിറക്കുന്നവരെ ഞങ്ങൾ പട്ടിണിയിലാണ്. 1000 രൂപയും 5 കിലോ അരിയും തന്നിട്ട് ഒന്നും ആവില്ല. പിന്നെ നമുക്ക് ഇത് ഞങ്ങളൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ. ഇതെപ്പോഴാണ് സംഭവിച്ചത്? രാവിലെയാണ് നമ്മൾ മത്സ്യബന്ധനത്തിന് പോയപ്പോഴാണ് വലിയ പ്രതീക്ഷയോടെയൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി വല കീറിയതിനു ശേഷം നമ്മൾ ആ ഒരു പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയതാണ്. പിന്നെ അതിനിടയ്ക്ക് തന്നെ ഒരുപാട് വളരെ ദയനീയമായിട്ടുള്ള കഷ്ടപ്പാട്ടിലൊക്കെയാണ് ഇങ്ങനെ പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ മുതലപ്പുഴയിൽ നിന്നൊക്കെ ആ അവസ്ഥകളൊക്കെ കണ്ടില്ലേ. ഇപ്പൊ അതാണ് കാറ്റും മഴയും ഒരുപാട് ആളെ പണിക്കും കാര്യങ്ങളും പോവാതെയൊക്കെ കിടന്ന് പിന്നീട് നമ്മൾ പോയതിനു ശേഷമാണ് ഒരു പ്രതീക്ഷയോടെ പോയതാണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ച് ആകെ ഇങ്ങനെ ആയിപ്പോയി. ട്രോളിംഗ് നിരോധനവും കടൽക്ഷോഭവും കൊടുങ്കാറ്റുമൊക്കെ കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രതീക്ഷയോടെ അന്നം തേടി നടുക്കടലിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള ദുരന്തവും തിരിച്ചടികളും അവരെ വീണ്ടും തളർത്തുന്നത്. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.